ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറം ഫാബ് എത്തിക്കഴിഞ്ഞു. സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡിംഗ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറം ഫാബിൽ തന്നെ ആവാം. ചേലക്കരയിൽ വീണ്ടും കാട്ടാന ഭീഷണി. തോന്നൂർക്കരയിൽ മാട്ടുങ്ങൽ പ്രദേശത്ത് 4 കാട്ടാനകൾ ഒരുമിച്ചിറങ്ങിയാണ് ഭീഷണി ഉണ്ടാക്കിയത്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം തുടങ്ങുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. ചേലക്കരയിലെ തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി മാട്ടുങ്ങൽ പ്രദേശത്തെ ജനങ്ങൾ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണ ഭീതിയിൽ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 4 കാട്ടാനകൾ ഒരുമിച്ച് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതോടെയാണ് ആശങ്ക വർദ്ധിച്ചത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടാക്കി. വീടുകളിലെ വേലികൾ തകർക്കുകയും തെങ്ങുകൾ നശിപ്പിക്കുകയും ചെയ്ത ശേഷമാണ് കാട്ടാനകൾ തിരിച്ചുപോയത്. കാട്ടാനകൾ ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ CCTVക്ക് ലഭിച്ചു. പ്രദേശവാസിയായ അനീഷിന്റെ വീട്ടിലാണ് കാട്ടാനകൾ വ്യാപകമായി നാശനഷ്ടങ്ങൾ വരുത്തിയത്. നേരത്തെ 2-3 ആനകൾ മാത്രം വന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 4 എണ്ണം ഒരുമിച്ചെത്തിയത് സ്ഥിതി ഗുരുതരമാക്കുന്നുണ്ട്. ഈ മേഖലയിൽ ആനത്താര സജീവമായതോടെ 25ഓളം വീടുകൾ അപകട ഭീഷണിയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാനശല്യം കാരണം ഈ പ്രദേശത്ത് ജീവിക്കാൻ കഴിയില്ലെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. സംഭവമറിഞ്ഞ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനകളെ വനത്തിലേക്ക് തിരികെ ഓടിച്ചെങ്കിലും ശാശ്വത പരിഹാരമില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ വൈദ്യുതി വേലി സ്ഥാപിക്കുന്നത് പോലുള്ള നടപടികൾ വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. പ്രശ്നം പരിഹരിക്കാൻ അധികാരികൾ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വലിയൊരു പ്രക്ഷോഭത്തിന് ഈ പ്രദേശം സാക്ഷ്യം വഹിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് CCTV.